ഞാനുണ്ട് കൂടെ. ലതയുടെ വാക്കുകളിൽ ഭാമ കണ്ണു നിറഞ്ഞുപോയി. അമ്മയെ വിളിച്ചോട്ടെ ഞാൻ? അവൾ ചോദിച്ചു. അതിനെന്താ, അമ്മ തന്നെയാ. നാളെ എൻ്റെ അനിമോൻ വരും, നീ കണ്ടിട്ടുണ്ടാവില്ല. അനിരുദ്ധ എന്നാണ് പേര്. ഞാൻ അനി എന്ന് വിളിക്കും. കുറച്ച് മുരട്ട് സ്വഭാവമാണ്, എങ്കിലും പാവ. അവൻ ഈ ഭാരത സംസ്കാരം ഒട്ടും താല്പര്യമില്ല. അവന് കേരളം തന്നെ പുച്ഛമായിരുന്നു, ലത പറഞ്ഞു. അതെന്താ? ഭാമ ചോദിച്ചു. അവൻ വളർന്നത് അവിടെയല്ലേ മോളെ, ലത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭാമ മൂളി. അപ്പുറത്ത് രമയും ചന്ദ്രനും വൻ ചർച്ചയിലായിരുന്നു. മനുഷ്യ, ആ ശീലാവതിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഏട്ടനോടും മോളോടുമാണ് സ്നേഹം. അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇങ്ങനെ സൽക്കരിക്കുന്നേ. മര്യാദയ്ക്ക് അനിരുദ്ധനെ കൊണ്ട് നമ്മുടെ അങ്കിയെ കൊണ്ട് കെട്ടിപ്പിക്കണം, അല്ലെങ്കിൽ സ്വത്ത് പോവും. പിന്നെ അതിനു മുമ്പ് ഭാമയെ എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിട്ട് സ്വത്ത് കൈക്കലാക്കണം. 18 കഴിഞ്ഞല്ലോ ഇപ്പോൾ, രമ പറഞ്ഞു. നീ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. പക്ഷേ ഈ അനിരുദ്ധൻ നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടിയല്ലേ? ചന്ദ്രൻ ചോദിച്ചു. പിന്നെ ആ കാക്കയാണോ ഇഷ്ടപ്പെടാൻ പോകുന്നേ? നമ്മുടെ മോളെപ്പോലെ ആരാ ഇവിടെ സുന്ദരി? രമ ഗർവോടെ പറഞ്ഞു. അയാൾ അവരുടെ കീ കൊടുത്ത് തുള്ളുന്ന പാവ മാത്രമായിരുന്നു. ശ്രീകോവിലകം തറവാടിൻ്റെ മുന്നിൽ ഒരു ബ്ലാക്ക് ബെൻസ് കാർ നിർത്തി. അതിൽ നിന്ന് അതിസുന്ദരനായ ഒരു യുവാവ് പുറത്തിറങ്ങി. അവൻ്റെ കണ്ണുകൾ വളരെ ആകർഷണീയമായിരുന്നു. അവൻ കട്ടത്താടിയും മീശയും നീണ്ട മുടിയുമുള്ള ഒരു ജിം ബോഡിയുള്ള ആളായിരുന്നു. എയർപോർട്ടിൽ നിന്നുള്ള ഒരു കാഷ്വൽ ലുക്കിലാണ് അവൻ വന്നത്. അവനെ തന്നെ വെള്ളമിറക്കി നോക്കിയിരിക്കുകയാണ് അങ്കിയും മല്ലിയും. അവൻ ആരെയും കൂസാത്ത പാവത്തിൽ ഉള്ളിലേക്ക് കയറി. ലത ഓടി അവനെ കെട്ടിപ്പിടിച്ചു. കുടുംബക്കാരെ പരിചയപ്പെടുത്തി. അവൻ എല്ലാവരോടും ഒരു മൂളൽ മാത്രം കൊടുത്ത് എല്ലാവരോടും ഒരു പുച്ഛഭാവം കൊണ്ട് അവൻ അവൻ്റെ മുറി ഏതാണ് എന്ന് ചോദിച്ചു. മോളെ അങ്കി, പോയി മുറി കാണിക്ക്, രമ പറഞ്ഞു. അങ്കി പിന്നാലെ കൂടിയതും ലത ഒഴിവാക്കി. എൻ്റെ മോൻ്റെ മുറി ഞാൻ കാണിച്ചു കൊടുക്കാം. ലത അവനെ കൂട്ടി മുറിയിലേക്ക് പോയി. അല്ല രമേ, ഞാനല്ലേ അവൻ്റെ അമ്മാവൻ, ഇവനെന്താ ഇത്ര ജാട? ചന്ദ്രൻ ചോദിച്ചു. കുറച്ച് കൂടിയ ഇനമാണ്, പക്ഷേ നമുക്ക് ശരിയാക്കാം, രമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുറിയിൽ കയറിയ ഉടനെ ലത വാതിൽ കുറ്റിയിട്ടു. എന്താ അനി, ഇത് നിന്റെ കുടുംബമാണ്, ഇവരൊക്കെ കുറച്ച് ബഹുമാനത്തോടെ സംസാരിച്ചൂടെ? ലത ദേഷ്യപ്പെട്ടു. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം കാശുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അല്ലേ ഈ കുടുംബസ്നേഹമുണ്ടായത്. അവരുടെ വർത്തമാനം കേട്ടാലറിയാം ഫ്രോഡാണ് എന്ന്. പിന്നെ ഏതാ പെണ്ണുങ്ങൾ? അവളൊന്നും ഇതുവരെ ആണുങ്ങളെ കണ്ടിട്ടില്ലേ? അനിരുദ്ധ മുഷ്ടി ചുറ്റിക്കൊണ്ട് ചോദിച്ചു. മോനെ, ഇവിടെ ഞാൻ വന്നതിന് എനിക്ക് ചില ഉദ്ദേശമുണ്ട്. എൻ്റെ എല്ലാമായ എൻ്റെ ഏട്ടന് വേണ്ടിയാണ് ഞാൻ വന്നത്. നിനക്കറിയില്ലേ എല്ലാം? ലത ചോദിച്ചു. മതി മതി, ഇനി പുരാണം പറയണ്ട. അമ്മയ്ക്കുള്ള ഈ കമ്മിറ്റ്മെൻറ്റ് എനിക്കിവിടെ ആരോടുമില്ല. ഐ ഹേറ്റ് ഓൾ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ലത അവനെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ടി കുറച്ചുകാലം ഇതൊരു വെക്കേഷനായി കരുതിയാൽ മതി, ലത പറഞ്ഞപ്പോൾ അവനൊന്ന് ശാന്തനായി. നീ ഒന്ന് ഫ്രഷായി വാ, ഇവിടെ തന്നെ കുളക്കടവുണ്ട് പിന്നാമ്പുറത്ത്. ഈ സ്വിമ്മിംഗ് പൂളിലല്ലാതെ നമ്മുടെ നാട്ടിലെ പൂളിൽ കൂടി ഒന്ന് കുളിച്ചു വാ, ലത അവനെ തലയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അവൻ മൂളിക്കൊണ്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. പുതിയ അതിഥി എത്തിയ കാര്യം അടുക്കള തിരക്കിൽ ജീവിക്കുന്ന ഭാമ അറിഞ്ഞില്ല. അവൾ പതുക്കെ തോർത്തുമുണ്ടും ഉടുത്തുമാറാൻ ഡ്രസ്സ് എടുത്ത് കടവിലേക്ക് പോയി. അവൾ ധാവണി പിൻപൊട്ടിച്ച് ബ്ലൗസ് പാവാട മാത്രം ഇട്ട് നിന്ന് തൻ്റെ മുഷിഞ്ഞ തുണിയെല്ലാം അലക്കി. അതിനുശേഷം പതുക്കെ കുളത്തിൽ കാലിട്ട് കളിച്ചു. ഇന്നെന്തോ ഒരു ഭംഗി കുളത്തിലെ വെള്ളത്തിന് അവൾക്ക് തോന്നി. അവൾ പതുക്കെ വെള്ളത്തിലേക്ക് ചാടി. അവൾ നീന്തി തുടിക്കുന്നു. അവൾ വെറുതെ അവളുടെ മധുരസ്വരമാധുരിയിൽ പാടാൻ തുടങ്ങി. അനിരുദ്ധ അപ്പോഴേക്കും തൻ്റെ ഓരോ കാലടികളും അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി നടന്നു. ഭാമ പാട്ടിൽ ശ്രദ്ധ കൊടുത്ത് നീന്തി കളിക്കുകയായിരുന്നു. അനി കുളക്കടവിലേക്ക് വന്നപ്പോഴേക്കും കണ്ടത് കുറച്ച് തുണികൾ പടവിൽ കിടക്കുന്നതാണ്. ചുറ്റും ആരെയും കാണാനില്ലാത്തതുകൊണ്ട് അവൻ ഉടുത്ത ഒറ്റമുണ്ടും കൊണ്ട് അവൻ വെള്ളത്തിലേക്ക് ചാടി. അവൻ ചാടിയതും ഭാമ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് തലയിട്ട് നോക്കി. ആരെയും കണ്ടില്ല. അവൾ വീണ്ടും അടിയിൽ മുങ്ങാൻ കുഴിയിട്ടു. പക്ഷേ ഇപ്രാവശ്യം അവൾ പൊന്തി ഉയരുന്നത് സാക്ഷാൽ അനിരുദ്ധൻ വർമ്മയുടെ മുന്നിൽ. അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. അവൻ്റെ തലമുടിയിൽ നിന്ന് ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികൾ അവൻ്റെ രോമം കൊണ്ട് അലങ്കരിച്ച നെഞ്ചിലേക്ക് ഉറ്റുവീഴുന്നു. അവൾ അവൻ ആരാ എന്ന് മനസ്സിലാവാതെ നോക്കി നിന്നു. അവനും അവളെ നോക്കി നിന്നു. മുമ്പ് എവിടെയോ കണ്ട ഒരു കണ്ണുകളാണത് എന്നവന് തോന്നി. അവളുടെ മൂക്കിൻ തുമ്പിൽ നിന്നും വരുന്ന വെള്ളത്തുള്ളികൾ അവളുടെ മാറിൻ്റെ ഇടുക്കിലേക്ക് നീങ്ങുന്നത് അവൻ നോക്കി നിന്നു. പെട്ടെന്ന് വന്ന ബോധത്തിൽ അവൻ കണ്ണിൻ്റെ ദൃഷ്ടി മാറ്റി. അവൾ വേഗം തന്നെ തൻ്റെ മാറ് മറിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ വേഗം പടവ് ലക്ഷ്യമാക്കി നീങ്ങി. അവളുടെ നീക്കങ്ങളെ അവൻ ഉറ്റുനോക്കി. അവൾ വേഗം അവളുടെ കഴുകിയ വസ്ത്രമെടുത്ത് തുള്ളിച്ചാടി പോകുന്നത് കണ്ട് അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി. കുളി കഴിഞ്ഞു വന്ന അനിയുടെ തല തോർത്തിക്കൊണ്ട് ലത ചോദിച്ചു.
എങ്ങനെയുണ്ട് കുളം? നിന്റെ കാനഡയിലുള്ള സ്വിമ്മിംഗ് പൂളിൽ കിട്ടുമോ ഇവിടുത്തെ ഫീൽ? അവനൊരു നിമിഷം അവിടെ താൻ കണ്ട പെൺകുട്ടിയെ ആലോചിച്ചു. കൺമശി പടർന്ന കണ്ണുകൾ അവനെ കൊത്തിവലിച്ച പോലെ അവന് തോന്നി. ശരിയാ, ഇവിടെ വേറെ തന്നെ ഫീൽ കിട്ടുന്നുണ്ട്, അവൻ പറഞ്ഞു. നീ എൻ്റെ ഭാമയെ കണ്ടില്ലല്ലോ, ലത പറഞ്ഞു. ഭാമ? അവൻ ചോദിച്ചു. അതെ, ഭാമ. കൺമശി കറുപ്പുള്ള ഭാമ, പക്ഷെ വെളുത്ത മനസ്സാ. ലത അവളെ വർണ്ണിച്ചു പറഞ്ഞപ്പോൾ കുളക്കടവിലെ പെൺകുട്ടിയാണ് ഭാമ എന്ന് അവൻ വേഗം മനസ്സിലാക്കി. കുളി കഴിഞ്ഞ് ഊണ് തയ്യാറാക്കുന്ന ഭാമയോട് കല്യാണിയമ്മ കുശലം പറഞ്ഞു. എടീ, നിന്റെ മുറച്ചക്കനല്ലേ ഈ അനി? അവൻ വന്നിട്ട് നീയൊന്ന് കാണാൻ പോയോ? അവന് നേരത്തെ കുളി കഴിഞ്ഞ് പോകുന്ന ഞാൻ കണ്ടു. നല്ല സുന്ദരൻ. അയ്യോ, ഭാമ അറിയാതെ നിലവിളിച്ചു. എൻ്റെ കൃഷ്ണ, അതായിരുന്നോ അനിരുദ്ധേട്ടൻ? അവൾ മനസ്സിൽ പറഞ്ഞു. അതെ. ഊണായോ? നിങ്ങളുടെ കൊച്ചു വർത്തമാനം കഴിഞ്ഞെങ്കിൽ ഊണ് വിളമ്പ്, രമ അല്പം കടുപ്പത്തിൽ പറഞ്ഞു. ഭാമയും കല്യാണിയും വേഗം ഊണെടുത്ത് മേശപ്പുറത്ത് വെച്ചു. എല്ലാവരും മേശയ്ക്ക് ചുറ്റും ഇരുന്നു. ലത അവളെ നോക്കി പുഞ്ചിരിച്ചു. പണിയെടുത്ത് ക്ഷീണിച്ച അവളുടെ വിയർപ്പുകണങ്ങൾ അവൾ ധാവണിയുടെ തുമ്പുകൊണ്ട് ഒപ്പിയെടുക്കുന്നത് അനി ശ്രദ്ധിച്ചു. ഭാമ കണ്ണ് അവൻ നേരെ ആക്കിയതും അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു. അലങ്കൃതയും അങ്കിതയും അവൻ്റെ ചുറ്റും ഇരിക്കാൻ വാശി പിടിച്ചു. അവസാനം അങ്കിയിരുന്നു. വിളമ്പുന്ന ഇടയിൽ അറിയാതെ ചൂടുകറി അവൻ്റെ കൈത്തണ്ടയിൽ വീണു. ഛേ, നാശം, അനി ഉറക്കെ പറഞ്ഞു. എന്നിട്ട് കൈകുടഞ്ഞു. അപ്പോഴേക്കും അങ്കി ആ ചൂടുകറി അവളുടെ ദേഹത്തിലേക്ക് ഒഴിച്ചു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിയിരുന്നു. എന്ത് സ്വപ്നലോകത്താണ് നീ? ഇപ്പോൾ നിനക്കും പൊള്ളിയില്ലേ? എന്തിനാ ഇത്ര ചൂടുകറിയൊക്കെ കൊണ്ടുവരുന്നത്? നിനക്കിനി കുറച്ച് പൊള്ളിക്കരിഞ്ഞാലും കുഴപ്പമില്ല, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുപോലെയാണോ അനിരുദ്ധേട്ടൻ? അങ്കിത പറഞ്ഞു. ഭാമയുടെ കണ്ണുകൾ പരിഹാസം നിറഞ്ഞ ആ വാക്കുകൾക്ക് മുന്നിൽ ശരിക്കും പതറി. അവൾക്ക് ശരീരത്തിനേറ്റ ചൂടിനേക്കാൾ മനസ്സ് വെന്ത് പൊള്ളുന്ന പോലെ തോന്നി. അനിരുദ്ധ ഒന്നും മിണ്ടാതെ എല്ലാം നോക്കി നിന്നു. രമ അങ്കിതയെ വളരെ നല്ലത് എന്ന അർത്ഥത്തിൽ കണ്ണിറുക്കി. ലത വേഗം മോളെ എന്ന് പറഞ്ഞ് കസേരയിൽ നിന്ന് എണീക്കാൻ തുടങ്ങിയതും ഭാമ കൈയും കൊണ്ട് തടഞ്ഞു. കുഴപ്പമില്ല അമ്മായി, എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഊൺമേശയുടെ മുന്നിൽ നിന്ന് എണീക്കാൻ പാടില്ല. ഞാൻ എല്ലാവർക്കും വിളമ്പിയിട്ട് പോയി വസ്ത്രം മാറിക്കോളാം. ഇത്രയും പറഞ്ഞ് നിർവികാരിയായി അവൾ അവളുടെ ജോലി തുടർന്നു.